അന്ന് ഞങ്ങൾ ടാക്സിയിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. കുറേ കാലം മുമ്പുള്ള കഥയാണ്. ഞങ്ങൾക്ക് ഡൽഹിയിൽ പോകാൻ അന്ന് മംഗല എക്സ്പ്രസ് ഒറ്റപ്പാലം വഴിയാണ് പോകുന്നത്, പാലക്കാട്. ഇന്നത് പോകുന്നത് കൊങ്കൺ വഴിയാണ്. അന്ന് പോയിരുന്നത് ഒറ്റപ്പാലം പാലക്കാട് അങ്ങനെയാണ് പോയിരുന്നത്, വിജയവാഡ അങ്ങനെയാണ് വണ്ടി പോയിരുന്നത്. അപ്പോൾ അതിൽ കയറി പോകാൻ വേണ്ടി ഞങ്ങൾ വിത്ത് ഫാമിലി ആയിട്ട് ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തി. ടാക്സിയിലെത്തി. ടാക്സി ഒറ്റപ്പാലം സ്റ്റേഷന് മുന്നേ നിർത്തിയതും പോട്ടർമാരെല്ലാം ഓടിക്കൂടി. ഒരു 5-6 പോട്ടർമാരുണ്ട്. അവർ വന്നു, അവർ ഇറക്കാൻ തുടങ്ങി സാധനങ്ങൾ. ഞാൻ ചോദിച്ചു, ശരി, ഓക്കെ, നോക്കൂ, എത്ര വേണം ഇത് പെട്ടിയിൽ കയറി, ഈ പെട്ടികളിൽ എടുത്ത് വണ്ടിയിൽ കയറ്റണം, സ്ലീപ്പറിൽ കയറ്റണം. സ്ലീപ്പറിലാണ് പോകുന്നത്. അപ്പോൾ സ്ലീപ്പറിൽ കയറ്റണം. അപ്പോൾ എന്ത് വേണം ചോദിച്ചു. അവർ പറഞ്ഞു, അതെന്താ സാർ, എന്താണെങ്കിൽ തന്നാൽ മതി. അല്ല, അങ്ങനെയല്ല, കറക്റ്റായിട്ട് റേറ്റ് പറയൂ, എന്നിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങളെ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അതിനെന്താ സാർ, ഒരു 750 രൂപ തന്നാൽ മതി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് 35 വർഷം മുമ്പ് 35 വർഷം മുമ്പുള്ള കഥ പറയുന്നത്. ഒരു 750 രൂപ തന്നാൽ മതിയെന്ന്. ഏകദേശം ഒരു 6-7 ലഗേജുകളുണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ 6-7 ലഗേജ് ഞങ്ങൾ 3-4 ആൾക്കാരുണ്ട് കൊണ്ടുപോകാൻ. വലിയ പ്രയാസമൊന്നുമില്ല, അങ്ങനെ എടുത്ത് കയറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും തരാൻ പറ്റില്ല, കാരണം ഡൽഹിയിൽ 45 രൂപ 50 രൂപ കയറ്റുന്ന സാധനമാണ്. അവിടെ അത്രയേ ഉള്ളൂ ഡൽഹി സ്റ്റേഷനിൽ കയറ്റുള്ളത്. നിങ്ങളോട് 750 രൂപയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സാർ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ 450 തന്നാൽ മതി. ഞാൻ പെട്ടെന്ന് 300 രൂപയിൽ കുറഞ്ഞു. 450. ഞാൻ പറഞ്ഞു 450 തരില്ല, എന്താ കറക്റ്റായിട്ട് പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കയറ്റുകയാണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ കുറയില്ല. ഒറ്റപ്പാലം സ്റ്റേഷനിലാണ് കേട്ടോ, പോർട്ടർമാരുടെ പണിയാണ്. ഇനി ഇതിലും കുറയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ തന്നെ കയറ്റിക്കൊള്ളാം. അപ്പോൾ എടുത്ത വഴിക്ക് ഒരു പോർട്ടർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിൽ പോവില്ല. അതായത് ഞങ്ങളാണ് ഈ സാധനം കയറ്റേണ്ടത്, ഞങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല, നിങ്ങൾ ട്രെയിനിൽ പോവില്ല, ഞങ്ങൾ നിങ്ങളെ ട്രെയിനിൽ വിടില്ലെന്ന്. ഞാൻ ആകെ വളരെ ഇതായി. അതായത് സമയമുണ്ട്, ഒരു 1.5 മണിക്കൂറോളം സമയമുണ്ട് അവിടെ വന്ന് ട്രെയിൻ വരാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതെന്താ അങ്ങനെ പറയാം. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. നേരിട്ട് സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക് പോയിട്ട് കംപ്ലയിൻ്റ് സജഷൻ ബുക്ക് ചോദിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, സാർ എന്താ സാർ കാര്യം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗുണ്ടകളെ ഇവിടെ വളർത്തുന്നത്, പോട്ടർമാരല്ല ഒറ്റപ്പാലം സ്റ്റേഷനിലുള്ളത്, ഗുണ്ടകളാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ ഈ ട്രെയിനിൽ പോവില്ലെന്നുള്ളത്. ഞാനിതായാലും ഈ കംപ്ലയിൻ്റ് ഒന്ന് എഴുതി വയ്ക്കട്ടെ. അതിനുശേഷം ഞാൻ ഒറ്റപ്പാലത്ത് പോയി ഇന്ന് പോകുന്നില്ല, ഞാൻ ക്ലെയിം ചെയ്യണം സ്റ്റേഷൻ്റെ മീത്, നിങ്ങളുടെ മീത്, സ്റ്റേഷൻ മാഷായാലും ആരായാലും ശരി. എനിക്ക് നാളെ അവിടുന്ന് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ചാർജും എല്ലാം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി. ഞങ്ങളിത് പോകണില്ല, ഞങ്ങളെ തടഞ്ഞു നിർത്തി. ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങളെ നിങ്ങൾ തടഞ്ഞു നിർത്തി, അതും സ്റ്റേഷനുള്ളവർ. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റേഷൻ മാഷ് ഇത് കേട്ടത് ആകെ പേടിച്ചു. സാർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ, അവർ കയറ്റിക്കോളും, എന്ത് വേണം കയറ്റിക്കോളും. ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ ആവശ്യമില്ല, കാരണം ഇവരെൻ്റെ പെട്ടി തൊടാൻ പാടില്ല, എൻ്റെ ലഗേജ് തൊടാൻ പാടില്ല, കാരണം അവർ നിയമപ്രകാരമല്ല, ശരിയായിട്ടല്ല സംസാരിക്കുന്നത്. ഇത്ര ആൾക്കാരെ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് ആ സജഷൻ ബുക്ക് തരാൻ പറഞ്ഞു. ഇയാൾ സ്റ്റേഷൻ മാസ്റ്റർ സജഷൻ ബുക്ക് തരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ തരണ്ട, സ്റ്റേഷൻ ബുക്ക് കംപ്ലയിൻറ്റ് ബുക്ക് എനിക്ക് തരണ്ട, ഞാൻ എഴുതിക്കോളാം, ഫോൺ ചെയ്തോളാം, കാരണം നിങ്ങൾ അത് തന്നില്ലെന്നും പറയും, ഇതാണ് കാരണം എന്നും പറയും, അതും വെച്ച് എഴുതിക്കോളാം. അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ ആകെ പരിഭവത്തില്ല, പ്രയാസത്തില്ല. സാർ, ഇവന്മാർ അങ്ങനെയാണ്, ഇവിടുത്തെ പോർട്ടർമാർ അങ്ങനെയാണ്, ഇവന്മാർ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പോൾ പറഞ്ഞാൽ കേൾക്കലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ ഈ ഇവന്മാരുടെ ഇത് കണ്ടുകൊണ്ട് ഒറ്റപ്പാലം സ്റ്റേഷൻ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പിന്നെ ആ പോർട്ടറെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാർ, അവരെല്ലാം നിങ്ങൾ തന്നെ കയറ്റിക്കോളൂ, അവർ പറഞ്ഞു, അവർ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കയറ്റുകയാണെങ്കിൽ ഈ പോർട്ടർ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയാണെങ്കിലേ ഞാൻ പോകുള്ളൂ. ഈ പോർട്ടറെ ഞങ്ങളോട് തർക്കിച്ച പോർട്ടർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവരുത്, കാരണം ഇവർ ഇല്ലീഗലാണ്, ഇവരെ സ്റ്റേഷന് പറ്റിയ ആൾക്കാരല്ല, ഇങ്ങനെയല്ല പോർട്ടേഴ്സ് സ്റ്റേഷനിൽ ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ സാധനങ്ങൾ വണ്ടി കയറ്റി കുറച്ച് നേരം ഈ പോർട്ടറെ പുറത്തേക്കാക്കി. അങ്ങനെ ഞങ്ങളൊരു പ്രാവശ്യം ഡൽഹിയിലേക്ക് പോകേണ്ടായി. ഇതുപോലെ അന്ന് മനസ്സിൽ വിചാരിച്ചാണ്, ചെറിയൊരു സ്റ്റേഷനാണ് ഒറ്റപ്പാലം. അന്ന് അവിടെ വേണ്ടുവോളം, അതായത് സത്യത്തിൽ പറഞ്ഞാൽ അവർക്കൊന്നും കിട്ടുന്നില്ല, കാരണം വല്ല വണ്ടികളും വരുന്ന സമയത്ത് കുറച്ചൊക്കെ പോകുന്നുള്ളൂ. അതായത് എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർക്ക് ഉള്ള യാത്രക്കാർ അവിടെ വരുന്നില്ലാത്തതുകൊണ്ടാണ് അവർ ഇത്രയും കൂടുതൽ പൈസ വാങ്ങിക്കുന്നത്. വലിയ ടൗണുകളിൽ അങ്ങനെയല്ല, ആൾക്കാർ വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലും കാണുമ്പോൾ അവരെ മുറിക്കുക എന്നുള്ളതാണ്, അവരെ കത്തിക്കൊണ്ട് മുറിക്കാനുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ തെറ്റാണ്. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇതിലും ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലും ഇത്തരം പോർട്ടേഴ്സിനെ വെച്ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ ആൾക്കാരെ നിയമിക്കാൻ പാടില്ല. അതാ സ്റ്റേഷൻ അധികൃതരുടെ കഴിവുകേട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നന്ദി, നമസ്കാരം. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.